ഹലോ ഗായ്സ്, മിക്സ് വേൾഡാണ്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ യാത്ര നമ്മുടെ എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കണ്ടോ, നമ്മളിതാ രാത്രിയുള്ള യാത്രയാണ്. നമ്മുടെ വെള്ളറടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമല തീർത്ഥാടനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 69ാമത്തെ തീർത്ഥാടനമാണ്. 69ാമതുള്ള തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. മാർച്ച് 15 ആരംഭിച്ചതാണ്. മാർച്ച് 15 മുതൽ 22 വരെയാണ്. അത് കഴിഞ്ഞാൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി. കാണുന്നത് കണ്ടോ, അങ്ങ് ആ ഹൈറ്റ് കണ്ടോ, ഈ അത്രയും ഹൈറ്റിൽ വലിയ മലയാണ് കേട്ടോ, വലിയ മല. തെക്കൻ കുരിശുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. കുരിശുമല എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓടിയെത്തുന്നത് തെക്കൻ കുരിശുമല. എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈറ്റാണ്. നമ്മൾ ഇച്ചിരി ദൂരമൊന്നുമല്ല. നമ്മൾ മലയാറ്റൂർ പോയിട്ടുണ്ടാവും. മലയാറ്റൂർ പോയിട്ടുള്ളവർ മലയാറ്റൂർ നമ്മൾ കയറുന്നതിൻ്റെ ഒരു 2 ഇരട്ടി ദൂരം കൂടി നമ്മൾ കയറണം. അത്രയ്ക്ക് നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു കുരിശുമലയാണ്. ഒത്തിരി പേര്, ജാതി മതമന്യേ ഒരുപാട് ആളുകൾ, ജാതിയില്ല മതമില്ല അങ്ങനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഒത്തിരി ആളുകൾ പുറത്തുനിന്ന് വിദേശത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർ, വഴിയോര കച്ചവടം ഒത്തിരി ഉണ്ട്. വഴിയോര കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉൾഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഇതുപോലുള്ള ഓരോ തീർത്ഥാടനങ്ങളും കാര്യങ്ങളും വരുമ്പോഴാണ് ഇതുപോലുള്ള എന്താ പറയുക, കുറച്ച് പോസിറ്റീവ് വൈബ്സ്, നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടുത്തെ വഴിയോരങ്ങളും പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു ചെറിയൊരു കുരിശടി ഉണ്ട്. ആ കുരിശടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ അങ്ങ് ഹൈറ്റിൽ നമ്മൾ ഈ നൈറ്റ് കയറുന്നില്ല. അതിനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ടീമായിട്ട് വന്നിട്ട് നമ്മൾ ഹൈറ്റിൽ കയറുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു നേർച്ചയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഹൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ തെക്കൻ കുരിശുമലയിൽ വരുമ്പോഴുള്ള ഈ സൈഡുകളിലുള്ള കടകൾ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു കുരിശടിയുണ്ട്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഒത്തിരി രോഗങ്ങളെല്ലാം മാറിപ്പോകുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ വരുന്നവരെല്ലാവരും പറയുന്നൊരു കാര്യം അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീർത്ഥാടന സ്ഥലത്ത് നമ്മളിവിടുത്തെ കാഴ്ചകൾ കാണുവാൻ മാത്രമായിട്ട് വരുന്നവർ പോലും ഓട്ടോമാറ്റിക്കായിട്ട് അറിയാണ്ട് തന്നെ മല കയറിയിട്ടേ പോവുകയുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ്. അങ്ങ് മണ്ടയിൽ ലൈറ്റ് കാണുന്നുണ്ടോ, അത്രയും ഹൈറ്റ്. അതായത് അത്രയും ഹൈറ്റിൻ്റെ മണ്ടയിലാണ് ആളുകൾ കയറി പോകുന്നത്. കാരണം നമുക്ക് അവിടെ കയറി പോകുമ്പോഴും സൈഡുകളിൽ ചെറിയ ചെറിയ കടകൾ, അതുപോലെ നമുക്ക് ചെറിയ ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളങ്ങൾ, അങ്ങനത്തെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കടകൾ കണ്ടോ, ഒത്തിരി കടകൾ. ഈ സൈഡുകൾ ഫുള്ള് ഇതുപോലത്തെ കടകളാണ്. കാരണം അതുപോലെ തന്നെ വലിയ വിലകളൊന്നുമില്ല കേട്ടോ. സാധനങ്ങളൊക്കെ ഇച്ചിരി വിലക്കുറവുണ്ട്. നമുക്ക് എന്താ പറയുക, വരുന്നവർക്കൊക്കെ കുറച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന അവസരം ഇതുപോലെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളിൽ വരുമ്പോഴാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉത്സവ പറമ്പുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയാലാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കടകളിൽ ഇത് വാങ്ങിക്കാൻ മാത്രമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അടുത്ത് ഉണ്ടോ, ഇതിപ്പോൾ രാത്രി 11:30 ആൾക്കാരെ തിരക്കുണ്ട്. ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഈ ഉദ്ഘാടന ദിവസം തന്നെ ഇത്രയും തിരക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈമിലല്ല, ഇനി പകലെന്നല്ല, നമ്മൾ ഏത് ടൈം വന്നാലും നമുക്ക് നല്ല തിരക്കായിരിക്കും. നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ്. ഒരുപാട് രോഗങ്ങൾ എന്താ പറയുക, ഒത്തിരി ആളുകൾ വന്നിട്ട് രോഗങ്ങൾ മാറിപ്പോകുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല. നമ്മൾ കണ്ടോ, ഇത് ചെറിയൊരു കുരിശടിയാണ്. ഇവിടെ കണ്ടോ, തെക്കൻ കുരിശുമല എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അതുപോലെ എന്താ പറയുക, അവിടെ മെഴുകുതിരി കത്തിച്ച് ആൾക്കാർ മുട്ടയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിനി ഈ ഒരു സ്ഥലത്തു നിന്നാണ് ആളുകൾ പോകുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ വലിയ ഹൈറ്റിൽ കയറേണ്ടത്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കുരിശടി. കണ്ടോ, ഒത്തിരി ആളുകൾ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ റെസ്റ്റ് എടുക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും ആളുകൾ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്നതാണെന്ന്. പക്ഷേ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആളുകൾ. കാരണം അങ്ങനെയാണ് ഇവിടെ. അത് നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുരിശുമല. കാട്ടാക്കടയിൽ നിന്ന് ഒരു 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.